BJP EDയെ ഉപയോഗിച്ച് നടത്തിയത് CPIM-നെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. CPIM-ന്റെ സമ്മന്നതനായ നേതാവ് സഖാവ് പിണറായി വിജയനെ ആക്രമിച്ചാൽ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അതിലൂടെ CPIM തകരുമെന്നാണ് ഇവർ കരുതുന്നത്. CPIM തകരില്ല. CPIM-ന്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ സഖാവ് പിണറായി വിജയനെ നിങ്ങൾക്കൊരു പോറല് പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സംഭവം തുടങ്ങി, റെയ്ഡ് തുടങ്ങി അന്നേരം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ പരിപാടികൾ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഭീകരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ തകർക്കണം. അതിനവർ ബംഗാൾ തകർത്തു, ത്രിപുര തകർത്തു. ഇപ്പോൾ കേരളത്തില് CPIM-നെ തകർക്കാൻ നോക്കുന്നു. കാരണം CPIM-നെ തകർത്തു കഴിഞ്ഞാൽ അവർക്കറിയാം കോൺഗ്രസിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്ന്. പക്ഷെ കോൺഗ്രസ് അല്ല CPIM. കോൺഗ്രസിലെ നേതാക്കന്മാര് ഭയന്ന് BJP-യിൽ അഭയം തേടിയ നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അശോക് ചവാനും ജിണ്ടാലുമൊക്കെ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് BJP-യുടെ നേതാക്കന്മാരായി മാറിക്കഴിഞ്ഞ കഥ നമുക്കറിയാം. EDയെ ഉപയോഗിച്ചുകൊണ്ട് പേടിപ്പെടുത്തിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അവരെല്ലാം കോൺഗ്രസിന്റെ പാളയത്തിൽ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ CPIM-നെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തില് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് CPIM-നെ തകർക്കാമെന്ന് അവർ കരുതുന്നത്. അതിന് CPIM-ന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവിനെ തന്നെയാണ് അവർ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ അദ്ദേഹം ഇതിലൊരു കക്ഷിയേ അല്ല. ഇവിടെ നാസർ സാഹിബ് സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ മകൾ നടത്തുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള വിവരം എല്ലാ കോടതിയുടെയും മുമ്പിലുണ്ട്. എല്ലാ കോടതികളും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കെട്ടിച്ചമച്ച കേസാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണെന്ന് കൃത്യമായിട്ടറിയാം. അപ്പോൾ പിന്നെ പിണറായി വിജയന്റെ നേരെ ഈ രൂപത്തിലുള്ള EDയെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, അതിലൂടെ CPIM-നെ ദ്രോഹിക്കാൻ ED ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. നേരത്തെ അവര് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ED ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അത് ശ്രീമതി സോണിയാഗാന്ധിയുടെ കാര്യത്തിലായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലായാലും ചിദംബരത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ഞങ്ങൾ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കളെ ദ്രോഹിക്കാൻ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കളെ തകർക്കാൻ EDയെയും മറ്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തുന്ന ഹീനമായിട്ടുള്ള പരിശ്രമങ്ങളെ ശക്തമായി ഇപ്പോഴും അപലപിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, BJPക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അവർ തകർക്കും. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ഡൽഹിയിലെ ഗവൺമെന്റ്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ എങ്ങനെയാണ് അവർ തകർത്തത്? അരവിന്ദ് കെജ്രിവാളിനെതിരെ EDക്ക് പരാതി കൊടുത്ത മറ്റാരുമല്ല, കോൺഗ്രസ് ആണ്. ആ കേസ് ഇപ്പോൾ വെറുതെ വിട്ടു. മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നില്ലേ? അപ്പൊ കേന്ദ്ര ഏജൻസികളെ തരാതരം ഉപയോഗിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് അവരുടെ ഈ ഇരട്ടത്താപ്പ് നയം പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും എല്ലാം തിരിച്ചറിയുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗം മാധ്യമ സുഹൃത്തുക്കളുടെ കൈകളിലെല്ലാം ഉണ്ട്. എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ കാര്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ഇന്നലെ മിസ്റ്റർ സതീശൻ, മേനോൻ സതീശൻ, അദ്ദേഹവും RSSുമായിട്ടുള്ള ബന്ധമെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ കുറെ കൂടെ പ്രകടമായി. ഇന്നലെ ശ്രീ സതീശൻ നരേന്ദ്രമോദിയെ കാണുന്നു, ചർച്ചകൾ നടത്തുന്നു. ഇന്ന് വെളുപ്പാങ്കാലത്ത് സഖാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. പ്രിയമുള്ളവരെ, ഇത് കൃത്യമായി ഇവർ രണ്ടും കൂടി നടത്തുന്ന ഡീലാണെന്ന് BJPയും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന ഡീലാണെന്ന് എല്ലാവർക്കും ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ധരിക്കുന്ന പോലെയല്ല കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി പോലെയല്ല CPIM. ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ ചോരച്ചാലുകൾ നീന്തി കയറി വന്നവരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന നേതാക്കന്മാർ. ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യല്ലേ, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ ഞങ്ങൾ തോക്കില്ല എന്ന്. ഏതെല്ലാം ഭീഷണിയും ഏതെല്ലാം സംവിധാനത്തെ കൊണ്ട് നിങ്ങൾ വന്നാലും അതിന്റെ മുമ്പിലൊന്നും ഞങ്ങൾ തോക്കില്ല. പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ, ഈ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി അതിന് ഏറ്റവും സമ്പന്നതരായിട്ടുള്ള നേതാവിനെ ഈ രൂപത്തിൽ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട്
ആക്രമിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ അതിശക്തമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാജ്യവ്യാപകമായി അങ്ങ് തലസ്ഥാന നഗരിയില് സഖാവ് എം എ ബേബിയുടെ നേതൃത്വത്തിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇ ഡി ഓഫീസിന് മുമ്പിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു. ഇവിടെ രാവിലെ മുതൽ തിരുവനന്തപുരത്തും കണ്ണൂരിലും കേരളത്തിലെ മറ്റെല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും എല്ലാം ഞങ്ങൾ ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചുള്ളത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് CPIഎമ്മിനെ സ്നേഹിക്കുന്ന പിണറായി വിജയനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുകയാണ്. അപ്പോൾ ഞങ്ങളെ തകർക്കാൻ നടത്തുന്ന വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ശക്തമായി നേരിടും എന്നീ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.